നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. യാത്ര പോകുമ്പോൾ മറ്റെന്തു മറന്നാലും മൊബൈൽ ഫോൺ മറക്കാത്തവരാണ് നമ്മൾ. യാത്രയിലുടനീളം വീഡിയോകളും ഫോട്ടോകളും എല്ലാം എടുത്ത് ഫോണിലെ ചാർജ് പെട്ടെന്ന് തീർക്കുകയും ചെയ്യും. അതിനുശേഷം ഫോൺ ചാർജ് ചെയ്യുവാൻ കാറിൽ കുത്തിയിടും. പക്ഷേ ഇങ്ങനെ കാറിൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ഗുരുതരമായി തകരാറിലാകുവാൻ സാധ്യതയുണ്ട്. കാരണം വീട്ടിലെ ഇലക്ട്രിസിറ്റിയും കാറിലേതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വീട്ടിൽ സ്ഥിരതയുള്ള വൈദ്യുതി ലഭിക്കുമ്പോൾ കാറിലെ വൈദ്യുതി ഓൾട്ടർനേറ്ററിലൂടെയാണ് ഉണ്ടാകുന്നത്. കാർ വേഗത കൂട്ടുമ്പോഴും ഹെഡ്ലൈറ്റുകൾ, വൈപ്പറുകൾ പോലുള്ള മറ്റു ഉപകരണങ്ങൾ ഓണാക്കുമ്പോഴും വോൾട്ടേജിൽ വലിയ മാറ്റം സംഭവിക്കും. ഇങ്ങനെ സ്ഥിരതയില്ലാത്ത പവർ സപ്ലൈ നിങ്ങളുടെ ഫോണിലെ ലിഥിയം അയൺ ബാറ്ററിയുടെ ആയുസ് കുറയ്ക്കുവാൻ സാധ്യതയുണ്ട്. മിക്ക കാറുകളിലെയും USB പോർട്ടുകൾ ഫോൺ ചാർജിങ്ങിന് രൂപകൽപ്പന ചെയ്തവയല്ല. അവ പ്രധാനമായും മ്യൂസിക് പ്ലേ ചെയ്യുവാനോ ഡാറ്റ ട്രാൻസ്ഫറിനോ വേണ്ടിയുള്ളതാണ്. സാധാരണയായി 0.5 ആംപിയർ മാത്രമേ അവ നൽകൂ. ഇത്ര കുറഞ്ഞ കറണ്ടിൽ ഫോൺ ചാർജ് ചെയ്യുവാൻ 4 മുതൽ 5 മണിക്കൂർ വരെ ഏകദേശം എടുക്കും. ഇത്രയും സമയം ചാർജിൽ കിടക്കുമ്പോൾ ഫോൺ ചൂടാവുകയും അത് ബാറ്ററിയെ നശിപ്പിക്കുകയും ചെയ്യും. ഡാഷ്ബോർഡിലെ USB പോർട്ടുകൾ ചാർജിങ്ങിന് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് വിദഗ്ധർ പറയുന്നു. പകരം കാറിലെ 12 വോൾട്ട് സിഗരറ്റ് ലൈറ്റ് സോക്കറ്റുകൾ ഉപയോഗിക്കുക. അതിലൊരു നല്ല നിലവാരമുള്ള ചാർജർ അഡാപ്റ്റർ ഉപയോഗിച്ചാൽ 18 വോൾട്ട് മുതൽ 65 വോൾട്ട് വരെ പവർ സുരക്ഷിതമായി ലഭിക്കും. ഇത് വേഗതയേറിയതും ബാറ്ററിയെ സംരക്ഷിക്കുന്നതുമായ ചാർജിങ്ങിന് സഹായിക്കും. കാറിനുള്ളിലെ താപനില സാധാരണയായി മുറിയിലുള്ളതിനേക്കാൾ കൂടുതലാണ്. കട്ടിയുള്ള സിലിക്കൺ അല്ലെങ്കിൽ ലെതർ കവറിട്ട ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ചൂടിന് പുറത്തേക്ക് പോകുവാൻ കഴിയില്ല. ഈ ചൂട് ക്രമേണ ബാറ്ററിയെ കേടുവരുത്തും. അതുകൊണ്ട് ദീർഘയാത്രകളിൽ ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഫോണിന്റെ കവർ നീക്കം ചെയ്യുന്നത് നല്ലതാണ്. ഇത് താപനില നിയന്ത്രിക്കുവാനും ബാറ്ററിയുടെ ആയുസ് കൂട്ടുവാനും സഹായിക്കും. യാത്രയ്ക്കിടെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഒരേ സമയം ഫോൺ ചാർജ് ചെയ്യുന്നതും ഒരു വലിയ പിഴവാണ്. നാവിഗേഷൻ സമയത്ത് പ്രോസസർ, GPS, സ്ക്രീൻ എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച് വലിയ ചൂടുണ്ടാക്കും. ഇതോടൊപ്പം ചാർജിങ് കൂടി ചേർന്നാൽ ബാറ്ററിക്ക് ഇരട്ടി സമ്മർദ്ദമാകും ഉണ്ടാവുക. അതിനാൽ 80% വരെ ചാർജ് എത്തിയാൽ ചാർജറിൽ നിന്ന് ഫോൺ നീക്കം ചെയ്യുക. മാപ്പ് അനിവാര്യമാണെങ്കിൽ എയർവെന്റിന് സമീപമുള്ള ഹോൾഡറിൽ ഫോൺ വെക്കുക. തെറ്റായ ചാർജിംഗ് ഫോണിന് മാത്രമല്ല കാറിനും അപകടമാണ്. കാറിന്റെ ബാറ്ററി പഴയതാണെങ്കിൽ എഞ്ചിൻ ഓഫ് ചെയ്ത നിലയിൽ ഫോൺ ചാർജ് ചെയ്യുന്നത് ബാറ്ററിയിൽ ആഴത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാക്കും. പിന്നീട് കാർ സ്റ്റാർട്ട് ചെയ്യുവാൻ ബുദ്ധിമുട്ടാകും. അതിനാൽ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഫോൺ ചാർജ് ചെയ്യുവാൻ പാടുള്ളൂ. ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ എഞ്ചിൻ ഓഫ് ആകുന്നതിന് മുമ്പ് തന്നെ ചാർജർ ഒഴിവാക്കുക. ഏറ്റവും പ്രധാനമായി ഡാഷ്ബോർഡിൽ വെച്ച് ഫോൺ ചാർജ് ചെയ്യരുത്. നേരിട്ടുള്ള സൂര്യപ്രകാശവും ചാർജിങ്ങിലെ ചൂടും ഒരുമിച്ചാൽ ഫോൺ പൊട്ടിത്തെറിക്കുന്നതിന് വരെ കാരണമാകും.